ദിലീപിനെ ശിക്ഷിച്ചില്ല, ദിലീപ് പ്രതിയായേ പറ്റൂ എന്നുള്ള വാശിയേ അല്ല ഈ കോടതി വിധിയെ വിമർശിക്കുന്നവർക്കുള്ളത്, കോടതിയെ തന്നെ വിമർശിക്കുന്നവർക്കുള്ളത്. ദിലീപ് എന്തായാലും പ്രതിയായേ പറ്റൂ, അയാൾ ശിക്ഷിക്കാതെ പറ്റില്ല എന്ന വാശിയേ അല്ല. നമ്മൾ ഈ കേസിൻ്റെ ഹിസ്റ്ററി മറന്നുകൊണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററി എന്നാണ് യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് കൊച്ചി പോലൊരു നഗരത്തിൽ സംഭവിച്ചൊരു കുറ്റകൃത്യം. അതിജീവിത പരാതിപ്പെട്ടത് കൊണ്ട് മാത്രം കേസായതാണ്. സാധാരണ രീതിയിൽ സിനിമാ മേഖലയിൽ ഇതിന് മുമ്പ് ഇതുപോലത്തെ കേസുകൾ നടന്നിട്ടുണ്ട്. മലയാളത്തിൽ അറിയപ്പെടുന്നൊരു നടിയും നിർമ്മാതാവുമായ ഒരാളെ ഇതേ പ്രതി തട്ടിക്കൊണ്ടുപോയ കേസ് ആ നടി പരാതി പിൻവലിച്ച് ആ കേസ് ഇല്ലാതായി പോയതാണ്. അപ്പോൾ ഈ അതിജീവിത ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രം ഉണ്ടായൊരു കേസാണത്. ആ കേസിൻ്റെ തുടക്കം മുതലുള്ള ഹിസ്റ്ററി നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക. അതിൽ അട്ടിമറികളുടെ തുടർ പരമ്പരയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അട്ടിമറി, ആ കേസ് അട്ടിമറിക്കാൻ ഏതൊക്കെ തരത്തിൽ ശ്രമിക്കുന്നതിന് തുടർ ഇതാണ്. ഒന്ന്, ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള മഞ്ജു വാര്യരുടെ ആദ്യത്തെ പ്രസ്താവന എടുക്കുക. ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഒരു പെറ്റി ക്രിമിനലിന് ഒരിക്കലും ആ അതിജീവിതയെ പോലെ ഒരു സ്റ്റാറുള്ളൊരു നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കാൻ ഒരിക്കലും കഴിയില്ല. അയാൾ ആഗ്രഹിച്ചാൽ പോലും അത് സാധിക്കില്ല. അപ്പോൾ അതിലൊരു കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിലൊരു ഗൂഢാലോചനയുമില്ല എന്ന് ആഭ്യന്തരമന്ത്രി ഒരു പൊതുവേദിയിൽ പ്രഖ്യാപിക്കുന്നു. അത് ആ പ്രതിയുടെ ഭാവന മാത്രമാണ്. ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. പ്രതിയുടെ ഭാവന മാത്രമാണ് എന്ന് ആഭ്യന്തരമന്ത്രി പറയുകയാണ്. ആ വാക്കുകൾ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഞാൻ അതിൻ്റെ വ്യംഗ്യാർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാതെ തന്നെ അത് എടുത്തു നോക്കുക. അത് പ്രതിയുടെ ഭാവന മാത്രമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് എന്തുകൊണ്ടാണ്? അത് കഴിഞ്ഞ് ഈ ദിലീപിലേക്ക് അന്വേഷണം പോകുന്നപ്പോഴാണ് അത് ഈ പറയുന്ന പൊതുജനരോഷം കൊണ്ടോ WCCക്കാരെ കൊണ്ടോ മട്ടാഞ്ചേരി മാഫിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടൊന്നുമല്ല. ഒരു കത്ത് ഫ്ലോട്ട് ചെയ്യുന്നു, ജയിലിൽ നിന്ന് പൾസർ സുനി എഴുതിയൊരു കത്ത് ഫ്ലോട്ട് ചെയ്യുന്നു. ആ കത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദിലീപ് തന്നെ DGPക്ക് കത്ത് കൈമാറുന്നു. അപ്പോൾ ആ കത്തിൽ വസ്തുതയുണ്ട്, ഇത് ദിലീപുമായി ബന്ധമുള്ള കേസാണെന്ന് പോലീസിന് തോന്നുന്നു. പോലീസ് എന്ത് ചെയ്യുന്നു? ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു. അതല്ലാതെ മുഖ്യമന്ത്രി തീരുമാനിച്ചുകൊണ്ടോ ഞങ്ങൾ സ്ത്രീ സംരക്ഷണമാണെന്ന് സർക്കാർ തീരുമാനിച്ചുകൊണ്ടോ അല്ലാതെ കേസുണ്ടായത്. ദിലീപ് തന്നെ വിചാരിച്ചിട്ടാണ് ആ കേസുണ്ടാകുന്നത്, അല്ലെങ്കിൽ ദിലീപിനെതിരെ കേസുണ്ടാകുന്നത്. ദിലീപിന് പറ്റുന്ന ആദ്യത്തെ അബദ്ധമാണ് ആ കത്തന്വേഷണം എന്ന് പറഞ്ഞ് പോലീസ് സമീപിച്ചത്. ഇനി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. 85 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നു. പരമാവധി കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡ് യാർഡ് പോലീസ് പോലെയാണെന്നാണ് പൊതുവെ പറയാറ്. ഈ പോലീസ് ഈ ദിലീപിൻ്റെ മൊബൈലൊന്ന് പരിശോധിക്കാൻ എത്ര കഷ്ടപ്പെട്ടു. മൊബൈൽ പരിശോധിക്കാൻ ദിലീപിനോട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കോടതി എത്ര പ്രാവശ്യം സമീപിച്ചു. ഇത് എൻ്റെ ഫോണാണ്, ഞാൻ എൻ്റെ സ്വകാര്യ ഫോറൻസിക് ലാബിൽ കൊണ്ട് പരിശോധിച്ചോളാം എന്നാണ് കോടതിയിൽ ദിലീപ് പറഞ്ഞത്. അപ്പോൾ ഈ മൊബൈൽ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കാനോ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് ഹാജരാക്കാനോ പോലും പോലീസിന് കഴിഞ്ഞില്ല. എപ്പോഴത് പോലീസിൻ്റെ കയ്യിൽ ക്യാപ്ചറിങ് വരുന്നപ്പോഴാണ് ഇതിലെ മുഴുവൻ ഡാറ്റയും നീക്കം ചെയ്തതിന് ശേഷം വേണി കൊണ്ടുപോയി പരിശോധിച്ചോ എന്ന് പറഞ്ഞു കൊടുത്തു. അതിൽ നിന്ന് മുഴുവൻ ഡാറ്റയും നീക്കം ചെയ്ത ഫോണിൽ നിന്ന് ഒരു ശബ്ദ സന്ദേശം പോലീസിന് കിട്ടി, തെളിവായി പോലീസിന് കിട്ടി. അതിൽ നിന്നാണ് ഈ കേസ് മെനഞ്ഞെടുക്കുന്നത്. അപ്പോൾ തെളിവുകളില്ലാതെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ട് ദുർബലമായ ഒരു കേസുമായിട്ടാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുന്നത്. ആ പ്രോസിക്യൂഷൻ കോടതിയിൽ എന്താ നേടേണ്ടി വന്നു? കോടതി തന്നെ ഹോസ്റ്റൈലാണ്. ഒരു വനിതാ സാക്ഷിയെ കൂടി വിസ്തരിക്കണം എന്ന് ഒരു പ്രോസിക്യൂട്ടർ കോടതി പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് എന്താണെന്ന് അറിയാം? ദിസ് ഈസ് നോട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ, ദിസ് ഈസ് പ്രോസിക്യൂഷൻ. അതിൽ പ്രതിഷേധിച്ചാണ് പ്രോസിക്യൂട്ടർ സുരേശൻ രാജിവെച്ചിറങ്ങി പോകുന്നത്. രണ്ടാമത് മറ്റൊരു പ്രോസിക്യൂട്ടർ കൂടി പിന്മാറുന്നു. എങ്ങനെ ഈ പ്രോസിക്യൂട്ടർമാർ പിന്മാറുന്നത്? പ്രോസിക്യൂട്ടർമാർ പിന്മാറുന്നത് കോടതി ഹോസ്റ്റൈലാവുന്നതുകൊണ്ട് മാത്രമല്ല, പ്രോസിക്യൂട്ടർക്ക് സ്റ്റേറ്റിൻ്റെ വേണ്ടത്ര പിന്തുണ കിട്ടാത്തതുകൊണ്ടാണ്. ഇന്ന് നമ്മൾ കണ്ടോ, ഇന്ന് പ്രോസിക്യൂട്ടർ ഒന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അയാൾ ഒറ്റയ്ക്കാണ്. അഡ്വക്കേറ്റ് അജയകുമാർ ഒറ്റയ്ക്കാണ്. അയാൾക്കൊരു അസിസ്റ്റൻ്റ് ഇല്ല. ഈ 2000 പേജോ 4000 പേജോള്ള കുറ്റപത്രമോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ജഡ്ജ്മെൻറ്റോ അദ്ദേഹം ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കണം. അദ്ദേഹത്തിൻ്റെ കൂടെ ആരുമില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ സ്റ്റേറ്റ് അത്രമാത്രം ഈ പ്രോസിക്യൂഷനെ പിന്താങ്ങുകയും പ്രോസിക്യൂഷനെ ശക്തിപ്പെടുത്തുകയും അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി അങ്ങേറ്റം വരെ പോകും. അങ്ങനെയൊന്നുമല്ല. ഈ അജയകുമാറിനെ തന്നെ അതിജീവിത ഇങ്ങനെ വെച്ചാൽ മതി, എല്ലാവരും രാജിവെച്ചു പോകണം, അദ്ദേഹത്തെ വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കിയതാണ്. ഇനി അദ്ദേഹത്തിന് ഈ കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന് ലഭ്യമായ അന്വേഷണ സംഘം ലഭ്യമാക്കിയ മുഴുവൻ തെളിവുകളും അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടാകാം. കോടതി എന്ത് റീസണിങ് ആണ് ഈ ദിലീപിനെ വിട്ടയക്കാൻ കണ്ടെത്തിയത് എന്നുള്ളത് നമ്മൾ ജഡ്ജ്മെൻറ്റ് വായിച്ചാലേ മനസ്സിലാവുള്ളൂ. അതവിടെ നിൽക്കട്ടെ. എന്തായാലും അപ്പീൽ പോകും, കൂടുതൽ തെളിവുകൾ വന്നേക്കാം. ആ ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന് വിലയിരുത്താൻ കഴിയും. നമ്മൾ വായിച്ചിട്ടില്ല ഇതുവരെ, നമുക്കറിയില്ല. ഇനി ലഭ്യമായ പ്രതികൾക്ക് കൊടുത്ത ശിക്ഷയെക്കുറിച്ച് പ്രോസിക്യൂട്ടർ തന്നെ പറഞ്ഞു, ഇത് നിയമപ്രകാരമുള്ള ഏറ്റവും മിനിമം ശിക്ഷയാണ് 20 വർഷം. അത് IPC പ്രകാരവും BNS പ്രകാരവും കൂട്ടബലാത്സംഗത്തിന് ഒരു പ്രതിക്കോ പ്രതികൾക്കോ കൊടുക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷം എന്ന് പറയുന്നത്. അതിൽ കുറഞ്ഞ ശിക്ഷിക്കാൻ പാടില്ല. ആ കുറഞ്ഞ ശിക്ഷയാണ് കോടതി നിന്ന് അനുവദിച്ചിട്ടുള്ളത്. അതാണ് പ്രോസിക്യൂട്ടർ പറയുന്നത്. പ്രോസിക്യൂട്ടർ പറഞ്ഞതിന് തൊട്ടപ്പം തന്നെ നിയമമന്ത്രി എന്താ പറയുന്നത്? തൊട്ട് മുമ്പായിട്ട് അടിപൊളിയാണ്.
ഏത് 20 വർഷം എന്നുള്ളത് കൂട്ടബലാത്സംഗത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണെന്ന് അറിയാത്ത ആളല്ല മന്ത്രി രാജീവ് പറയുന്നത് അടിപൊളി ശിക്ഷയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അടിപൊളിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഫ്രോയിഡിയൻ സ്ലിപ്പാണ്, നിയമമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു ഫ്രോയിഡിയൻ സ്ലിപ്പാണത്. അപ്പോൾ 2017 ഈ സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് കൃത്യമായ ശക്തമായ ഒരു സ്ത്രീപക്ഷ നിലപാടുണ്ടായിരുന്നു. അത് ഈ അതിജീവിതയുടെ കാര്യത്തിൽ മാത്രമല്ല, ശബരിമല സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ, ജെൻഡർ ഇക്വാലിറ്റിയുടെ കാര്യത്തിൽ, അങ്ങനെ പല കാര്യങ്ങളിലും പുരോഗമന സ്വഭാവമുണ്ടെന്ന് കരുതുന്ന ഒരു നിലപാട് ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഹേമ കമ്മിറ്റി WCC രൂപീകരിച്ച് ഹേമ കമ്മിറ്റിയൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്തോടുകൂടി ആ നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിട്ടുണ്ട്. അത് ശബരിമലയുടെ വിഷയത്തിലുണ്ടായിട്ടുണ്ട്, ഹേമ കമ്മിറ്റിയുടെ വിഷയത്തിലുണ്ടായിട്ടുണ്ട്, സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ പേരിലുണ്ടായിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും സർക്കാർ പിന്നോട്ട് പോവുകയായിരുന്നു. ആ പിന്നോട്ട് പോക്കിൻ്റെ പരിണതഫലം കൂടിയാണെന്ന് നമ്മൾ കാണുന്ന കോടതി വിധി എന്നാണ് എനിക്ക് തോന്നുന്നത്.